സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ ആരാധനക്രമ വർഷത്തിലെ ഏറ്റവും വിശുദ്ധമായ കാലഘട്ടങ്ങളിലൊന്നായ ആഗമനകാലത്തിലെ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി നാം ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മുടെ ആത്മീയ ഒരുക്കത്തിന് ആവശ്യമായ 3 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രത്യാശ, ജാഗ്രത, വിശ്വാസം എന്നിവയാണവ. യേശയ്യായുടെ പുസ്തകത്തിലെ ആദ്യ വായന കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ മുള മനോഹരവും മഹത്വപൂർണ്ണമായിരിക്കും എന്നും ഇസ്രായേലിലെ അതിജീവിക്കുന്നവർ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുമെന്നും അത് വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്രവചനം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള പ്രത്യാശ നമുക്കേവർക്കും നൽകുന്നു. സങ്കീർത്തനം 122 കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് നാം ഏറ്റുപറയുന്നു. ഇത് നമ്മിൽ ജാഗ്രതയുടെ മനോഭാവം ഉണർത്തുന്നു. ദേവാലയത്തിലേക്കുള്ള യാത്ര പോലെ നമ്മുടെ ആത്മീയ യാത്രയിലും നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ റോമൻ ശതാധിപൻ്റെ കഥ വിശ്വാസത്തിൻ്റെ ശക്തിയെ എടുത്തു കാട്ടുന്നു. കർത്താവേ, എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ വേലക്കാരൻ സുഖം പ്രാപിക്കും എന്ന അവൻ്റെ വാക്കുകൾ എളിമയോടും പൂർണ്ണമായ വിശ്വാസത്തോടും കൂടിയുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണമാണ്. ശതാധിപൻ്റെ വലിയ വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തി. അത് അവൻ്റെ ദാസന് സൗഖ്യവും നൽകി. സഹോദരങ്ങളെ, ഈ ആഗമനകാലത്ത് നമുക്ക് ഈ 3 ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാം. പ്രത്യാശ, ജാഗ്രത, വിശ്വാസം. യേശയ്യായുടെ പ്രവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവഭവനത്തിലേക്കുള്ള യാത്രയിൽ ജാഗ്രതയോടെ ഒരുങ്ങാം. ഏറ്റവും പ്രധാനമായി ശതാധിപനെ പോലെ ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യാം. കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ 2ാമത്തെ വരവിനായി കാത്തിരിക്കുമ്പോൾ ഈ 3 ഗുണങ്ങളും നമ്മെ വഴി നടത്തട്ടെ. ആമേൻ.